എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് മുളക് ബജി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമുക്ക് മുളക് എടുക്കാം. മുളകിൻ്റെ ചോട് ഭാഗം വെച്ച് ഞെടുപ്പിൻ്റെ അവിടോട്ട് നമുക്ക് നടുവേ കീറി കൊടുക്കാം. ആ ഞെടുപ്പ് പോകാത്ത വിധം വേണം കീറിയെടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മൾ മാവ് മുക്കി പൊരിക്കുമ്പം അതിനെ കറക്റ്റ് ഷേപ്പ് വരത്തുള്ളൂ. ഇനി നമുക്ക് മുളകിൻ്റെ അകത്തുള്ള അരിയെല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ച് കുറേ പെയ്യെ നമുക്കത് ഇളക്കിയെടുക്കാം. എന്നുവെച്ചാൽ കുട്ടികളൊക്കെ കഴിക്കുമ്പം അവർക്ക് എരിക്കും. വലിയവർക്കാണെങ്കിൽ എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ അരി മാറ്റണമെന്നില്ല. കുട്ടികൾക്ക് വേണ്ടത് മാത്രം നമ്മളിങ്ങനെ അകഭാഗം മാറ്റിയെടുത്താൽ മതി. ഇപ്പോൾ എല്ലാ മുളകിൻ്റെ അകം നമുക്കിങ്ങനെ വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്കൊരു പാത്രം എടുക്കാം. അതിനകത്തോട്ട് കുറച്ച് കടലമാവ് എടുക്കാം. കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അകത്തോട്ട് ഒരു സ്പൂണ് പുട്ടുപൊടിയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ റവയോ അതും അല്ലെങ്കിൽ ഒരു സ്പൂണ് അരിപ്പൊടിയോ എടുക്കാം. ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അത് നമുക്ക് ഉപയോഗിക്കാം. എന്തെടുത്താലും അത് ഒരു സ്പൂൺ മാത്രം എടുത്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇച്ചിരി കായം ഇട്ട് കൊടുക്കുക. ഒത്തിരി കായം ഇട്ട് കൊടുത്താൽ അത് കഴിക്കും. കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് സോഡാപ്പൊടിയാണ്. അത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് വെച്ചാൽ മതി. ഒഴിവാക്കേണ്ടവർക്ക് അത് ഒഴിവാക്കാം. സ്വല്പം സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് കൂടി പോവല്ലേ. വേണമെങ്കിൽ പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് മാവൊന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇച്ചിരി കൂടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് മാവ് ഇതായി പോവരുത്. ഒരു ക്രീം പരുവത്തിലുള്ള മാവ് നമുക്ക് റെഡിയാക്കി എടുക്കാം. കട്ടയെല്ലാം മാറി നല്ലൊരു ക്രീം പരുവത്തിലുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുളക് കടലമാവിൽ മുക്കി പൊരിച്ചെടുക്കാം. തീ കുറച്ച് വെക്കണം. തീ കൂട്ടി വെക്കല്ലേ, അല്ലെങ്കിൽ മാവ് മാത്രം അകഭാഗം വേഗത്തില്ല. വെളിയിൽ നിന്ന് അത് കരിഞ്ഞും പോകും. അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം നമുക്ക് തിരിച്ചു മറിച്ച് വിട്ട് റെഡിയാക്കി എടുക്കാൻ.